എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്? കാരണം എഫേസോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം പടവെട്ടുവാൻ, ദുഷ്ടശക്തികളോട് പടവെട്ടുവാൻ എനിക്ക് തന്നിരിക്കുന്ന അനേകം ആയുധങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തെ എഫീഷ്യൻസ് 6:17 വിളിക്കുന്നത് ആത്മാവിൻ്റെ വാൾ എന്നാണ്. ഇത് പൗലോസ് എഴുതുന്ന കാലത്ത് അന്നത്തെ പശ്ചാത്തലത്തിൽ അന്ന് യുദ്ധം ചെയ്തവർ ഉപയോഗിച്ചിരുന്ന ഒരായുധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരുന്നതാണ്. ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ വാളല്ല. ഇന്ന് ആറ്റം ബോംബും വലിയ വലിയ കാനൻ ഗൺസും ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അന്ന് തോക്കില്ല, കാനൻ ഗണ്ണില്ല, ആറ്റം ബോംബില്ല, ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല. അന്നുള്ളത് വാളായതുകൊണ്ട് അന്ന് ആ ഒരു പദം ഉപയോഗിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണ് എന്ന് പറഞ്ഞാൽ ഇത് ശത്രുവിനെ കൊല്ലുവാൻ, ശത്രുവിനോട് പോരാടുവാൻ, അവനെ പരാജയപ്പെടുത്തുവാനുള്ള ദൈവം തന്നിരിക്കുന്ന ഒരു ആയുധമാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നവര്, രക്ഷിക്കപ്പെട്ട്, എൻ്റെ ഉള്ളിൽ ഒരു കാലത്ത് ഇതുപോലത്തെ ദുഷ്ടശക്തികൾ പ്രവർത്തിച്ച് യഥാർത്ഥ സത്യം അറിയാതെ എന്നെ അന്ധതയിൽ കൊണ്ട് നടന്നു. 2 കൊറിന്ത്യൻസിന്റെ 4-ാം അധ്യായത്തില് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്കാണ്. കാരണം ഈ ലോകത്തിന്റെ ദേവനായ പിശാച് അങ്ങനെയുള്ളവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ പിശാച് കോടാനുകോടി ജനങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കുക. നാശമെന്ന് പറയുന്നത് നിത്യമായ നാശത്തിലേക്ക്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നമ്മളിൽ നിന്നും നമുക്ക് നൽകിയിരിക്കുന്ന യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ യഥാർത്ഥത്തിലുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിവിടെ ദുരിതങ്ങൾ അനുഭവിക്കുക. അതിൻ്റെ എല്ലാം കാരണം ഈ ദുഷ്ടശക്തികളാണ്. ഇനി നമ്മൾ ഒരു കാലത്ത് ശരീരത്തിൽ മരിക്കുമ്പോൾ നിത്യമായ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സത്യം അറിയാതിരിക്കാൻ വേണ്ടി അവനൊരു ആത്മീയ മൂടുപടം ഇട്ടിരിക്കുകയാണ്. ആ മൂടുപടം നീക്കണമെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ രക്ഷിക്കപ്പെട്ട, അതായത് അവനും ഒരു കാലത്തൊരു മൂടുപടം ഉണ്ടായിരുന്നു. എന്നാൽ സത്യത്തിന്റെ വചനം കേട്ടപ്പോൾ, യേശുക്രിസ്തുവിന് തൻ്റെ ജീവിതം സ്വന്തമായിട്ട് തുറന്നു കൊടുത്തപ്പോൾ, യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ ആ മൂടുപടം നീക്കപ്പെട്ടു. ഈ ദുഷ്ടശക്തികളിൽ നിന്നും മോചനം പ്രാപിച്ചു. അങ്ങനെയുള്ള ഒരു ക്രിസ്തു ശിഷ്യനിലൂടെ ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ ആത്മാവിൻ്റെ വാളെടുത്ത് കേൾവിക്കാരിലേക്ക് സംസാരിക്കുമ്പോൾ അവരറിയാതെ അവരിൽ വസിക്കുന്ന ഈ ദുഷ്ടശക്തികൾ വിട്ടുപോകും. അങ്ങനെ പോയി കഴിയുമ്പോഴേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. ആ സ്വാതന്ത്ര്യം ലഭിക്കും തോറും യഥാർത്ഥമായ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മളെ അന്ധതയിൽ നിന്നും അന്ധതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. It is a progressive blindness that is happening in the human race. അത് പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന പോലെ കാണപ്പെടുന്ന, അറിയപ്പെടുന്ന വ്യഭിചാരവും കൊലപാതകവും മോഷണവും ഉള്ള പാപങ്ങൾ ചെയ്യുന്നവരിലല്ല. ഈ പ്രോഗ്രസീവ് ബ്ലൈൻഡ്നെസ് വരുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായ രീതിയിലുള്ള ആത്മീയമായ ഭക്തി പ്രകടനങ്ങൾ, ചില പ്രാർത്ഥനകൾ, ചില ഭക്തികൾ, ചില വ്യക്തികളോടുള്ള ഭക്തിയും ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യവും ഇതൊക്കെ പിശാച് ഉപയോഗിച്ച് മനുഷ്യനെ അന്ധമാക്കിയിരിക്കുകയാണ്. അവരെക്കുറിച്ചാണ് കൊരിന്ത്യസിന്റെ ലേഖനത്തിൽ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ
അത് നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ്. കാരണം ഈ ലോകത്തിൻ്റെ ദേവനായ പിശാച് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഒരു മൂടുപടമിട്ടിരിക്കുകയാണ്. ഓസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം വിലപിക്കുകയാണ്, എൻ്റെ ജനം നശിച്ചു പോകുന്നു. എന്തുകൊണ്ട് നശിച്ചു പോകുന്നു? അജ്ഞത കൊണ്ട് നശിച്ചു പോകുന്നു. അജ്ഞത ഒരു എക്സ്ക്യൂസ് അല്ല, അജ്ഞത അപകടമാണ്. ദൈവം വിലപിക്കുകയാണ്. ദൈവം പറയുകയാണ്, എൻ്റെ ജനം ഈ സത്യത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട്, വചനമാകുന്ന സത്യം അറിവില്ലാത്തത് കൊണ്ട്, അവർ അജ്ഞരായതുകൊണ്ട് അവർ നശിച്ചു പോവുകയാണ്. റോമൻസിന്റെ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, രക്ഷിക്കപ്പെട്ട പൗലോസ് അവന്റെ ജനത്തെക്കുറിച്ച് പറയുന്നത്, എനിക്ക് എൻ്റെ ജനത്തെക്കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട്. അത് അവർ ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവരാണെന്ന് എനിക്കറിയാം. കാരണം ഞാനും ഒരു കാലത്ത് അവരെ പോലെ തീഷ്ണതയുള്ളവനായിരുന്നു. അവർക്ക് ഉള്ള അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവനീതിയെക്കുറിച്ച് അജ്ഞരായതുകൊണ്ട്. ദൈവസന്നിധിയിൽ ഒരു വ്യക്തി എപ്രകാരമാണ് നീതീകരിക്കപ്പെടുന്നത്, ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കടന്നു ചെല്ലാൻ സാധിക്കുന്നത് എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് പൗലോസ് പറയാണ്, അവന്റെ ജനമായിരുന്ന യഹൂദർ നശിച്ചു പോവുകയാണ്. അവർക്ക് തിന്മ ചെയ്യുന്നത് കൊണ്ടല്ല, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട്. എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. യഥാർത്ഥമായ നീതി, ദൈവനീതിയെക്കുറിച്ച് അജ്ഞരായതുകൊണ്ട് അവർ തന്നെത്താനെ അവർ തന്നെ നീതി സ്ഥാപിക്കാൻ നോക്കുന്നത് കൊണ്ടാണ് അവർ നശിച്ചു പോകുന്നത്. ഇന്ന് പിശാച് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി അതാണ് പ്രിയപ്പെട്ടവരെ. നല്ല മനുഷ്യരില് the people are so good, so sincere, നല്ല മനുഷ്യര്. പക്ഷേ ഈ നല്ല മനുഷ്യരോട് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരിക, അവർക്ക് ഇറിറ്റേഷൻ വരിക, അവർക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും അംഗീകരിക്കുന്ന പാപങ്ങളൊക്കെ ചെയ്യുന്നവനോട് പറഞ്ഞാൽ അവൻ പറയും, ഞാൻ പാപിയാണ്, എന്നോട് പൊറുക്കണമേ എന്ന് പറയും. എന്നാൽ ഈ നല്ല മനുഷ്യരോട് പറയുമ്പോഴാണ് അവർക്ക് ഇറിറ്റേഷൻ. യേശുക്രിസ്തുവിനോട് ഇറിറ്റേഷൻ വന്നത്, യേശുക്രിസ്തുവിനോട് ദേഷ്യം വന്നത്, യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് മുൻകൈ എടുത്തതൊക്കെ അന്നത്തെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞന്മാരും ഫരിസേയന്മാരും ഈ മോശയുടെ പ്രമാണങ്ങളെയൊക്കെ മുറുകെ പിടിച്ച ഈ നല്ല ജനമാണ്. അവർക്ക് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു അവരുടെ മുമ്പിൽ നിന്നിട്ട് ആ യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ. ബൈബിൾ പണ്ഡിതന്മാരായിരുന്നല്ലോ, അവർക്ക് വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നല്ലോ, മിശിഹ വരുന്നൊക്കെ അറിയാമായിരുന്നല്ലോ. ആ മിശിഹ അവരുടെ കൺമുമ്പിൽ നിന്നിട്ട് അവനെ തിരിച്ചറിയാൻ സാധിക്കാഞ്ഞത് എന്തുകൊണ്ട്? പിശാച് അവരുടെ മനസ്സിൽ ഒരു മൂടുപടമിട്ടിരുന്നു. മിശിഹ മുമ്പിൽ നിന്നിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് അതേ യേശുക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നല്ല മനുഷ്യരായതുകൊണ്ട്, ഭക്തിയുള്ളവരായതുകൊണ്ട്, മനുഷ്യൻ്റെതായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ മുറുകെ പിടിച്ച് ദൈവവചനത്തെ കൗശലപൂർവ്വം മാറ്റിവെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ദൈവവചനത്തിൽ കീഴ്പ്പെടുമ്പോഴേ ആത്മീയ കണ്ണ് തുറന്നിട്ട് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മനുഷ്യനിലൂടെ ആരാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കത്തുള്ളൂ. അത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഈ മനുഷ്യനെ വെറുക്കുന്നു, ദേഷ്യം തോന്നുന്നു, ഇറിറ്റേഷൻ തോന്നുന്നു. ഈ സത്യമാണ്. നമ്മൾ എപ്പോ കർത്താവിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നോ നമ്മൾ മോചനം പ്രാപിച്ചു. അങ്ങനെ ഒരു മോചനം മനുഷ്യരാശിക്ക് കിട്ടരുത് എന്ന് നിർബന്ധപൂർവം വാശി പിടിക്കുന്ന ഒരു പൈശാചിക അരൂപിയാണ് ഈ ദുഷ്ടശക്തി. അവൻ മനുഷ്യനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്.